കൊച്ചി രാജ്യ ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രബല മുഖമായ ശക്തൻ തമ്പുരാൻ ഇന്നും കേരളത്തിൻ്റെ ജനമേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന കാര്യം പറയുകയുണ്ടായല്ലോ. കേരളത്തിൻ്റെ ചരിത്ര വഴികളിൽ പൊതുവെ ദുർബലമായി കിടന്നിരുന്ന ഒരു രാജ്യത്തെ തൻ്റെ ഇച്ഛാശക്തിയുടെയും നയങ്ങളുടെയും ഒക്കെ ഗുണഫലമായി ശക്തിയുള്ള ഒരു രാജ്യമായി സൃഷ്ടിച്ചെടുത്തു എന്നതാണ് ശക്തൻ തമ്പുരാൻ്റെ ഏറ്റവും വലിയ മഹിമ. നീണ്ട 36 വർഷം അദ്ദേഹം ആ രാജ്യം ഭരിച്ചു. ആ രാജ്യം വലിയ പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും ചുറ്റും എതിരാളികൾ നിറഞ്ഞു നിന്നപ്പോഴും കൊച്ചി രാജ്യം രാജ്യമായി തന്നെ നിലനിന്നു എന്നതും പ്രത്യേകം ഓർക്കുക. ശക്തൻ തമ്പുരാന് ശേഷം 3-4 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ബ്രിട്ടീഷിൻ്റെ നിയന്ത്രണത്തിന് കീഴിലേക്ക് ആ രാജ്യം പോയി എന്നതും ശക്തൻ തമ്പുരാൻ്റെ കഴിവ് അത്രമേൽ സൂചിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ഏതായാലും ചരിത്ര എഴുത്തുകളിൽ ശക്തൻ തമ്പുരാൻ്റെ അവസാന നാളുകളെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമൊക്കെ വിശദമായി തന്നെ പറയുന്നുണ്ട്. ഈ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളെക്കുറിച്ചുള്ള കഥയാണ് പറയുന്നത്. ഏവരും സ്നേഹിച്ചിരുന്ന, അതുപോലെ തന്നെ പലരും ഭയന്നിരുന്ന ശക്തൻ തമ്പുരാന് നീണ്ട ഒരു ജീവിതകാലം ഉണ്ടായിരുന്നില്ല എന്ന് കാണാവുന്നതാണ്. 19-ാം വയസ്സിൽ രാജ്യഭാരം ഏറ്റെടുത്ത ആ ചെറുപ്പം നീണ്ട 36 വർഷങ്ങൾ ആ രാജ്യത്തെ താങ്ങി നിർത്തുകയും രാജ്യത്തെ കെട്ടുറപ്പുള്ള ഒരു സംവിധാനമാക്കി ഉയർത്തുകയും ചെയ്തു എന്നത് ചരിത്രമാണെന്നിരിക്കെ അദ്ദേഹം അത്രമേൽ രാജ്യഭരണ ക്ലേശം അനുഭവിച്ചിട്ടുണ്ടാകാമെന്നും സ്ഥിരമായി തൻ്റെ ബുദ്ധിയും ശരീരവും ഒരുപോലെ കഠിനമായി പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് പ്രായമാവുന്നതിന് മുന്നേ തന്നെ അവശതകൾ പിടികൂടിയതാവാം എന്നും പറയാവുന്നതാണ്. അതല്ല, അദ്ദേഹത്തിന് ചില അസുഖങ്ങൾ ഉണ്ടായിരുന്നതായും ചരിത്രത്തിൽ ചിലർ പറഞ്ഞു കാണുന്നുണ്ട്. തൻ്റെ പതിവ് വേഷത്തിൽ സ്ഥിരമായി പ്രിയപ്പെട്ട തോക്കും വാളുമേന്തി അദ്ദേഹം എത്താത്ത വഴികളില്ല എന്നാണ് പറയാറ്. ചെറുപ്രായത്തിൽ തുടങ്ങിയ കുതിരസവാരി ഒടുക്കം വരെയും അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതായി തുടർന്നിരുന്നു. പൂന്തോട്ടത്തിലെ പണികൾ മുതൽ രാജ്യഭരണ മേഖലകൾ വരെ എല്ലാം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. തെറ്റുകളുടെ ശിക്ഷ എന്നത് അതിക്രൂരമായിരുന്നത് കൊണ്ട് തന്നെ ഈ പണികളൊക്കെയും കൃത്യമായി ആ രാജ്യത്ത് നടക്കാറുമുണ്ടായിരുന്നു. ഏത് സമയം കിടന്നാൽ പോലും രാവിലെ 5 മണിക്ക് ഉണരുക, കൃത്യമായി നടത്താറുള്ള ജീവിതക്രമം നടത്തുക, നടപടികൾ എടുക്കുക എന്നതൊക്കെയും വിശ്രമമില്ലാതെയുള്ള ആ ജീവിതത്തിന് അവശത നൽകാൻ കാരണമായിട്ടുമുണ്ടാകാം. ഏതായാലും 50 വയസ്സിനിപ്പുറം അദ്ദേഹത്തിന് അസുഖങ്ങൾ ബാധിച്ചു തുടങ്ങിയിരുന്നു എന്ന് ആ കാലത്തെ എഴുത്തുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ള ഒരു കത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നമുക്ക് ശരീരത്തിന് അസാരം ദീനം തുടങ്ങി എണീറ്റ് നടക്കാൻ കൂടി ബുദ്ധിമുട്ടായതുകൊണ്ടാണ് മറുപടി നൽകാൻ വൈകിയത് എന്ന നിലയിൽ അദ്ദേഹം ഒരു കത്തെഴുതുന്നുണ്ട്. മരുന്നുകൾ കഴിക്കുന്നതും അസുഖം കുറയുന്നതുമൊക്കെ നിരന്തരം കത്തുകളിൽ നമുക്ക് കാണാനാവും. പഴനെല്ലിപ്പുറത്ത് തൈക്കാട്ട് മൂസ് തമ്പുരാൻ്റെ സ്വന്തം വൈദ്യനായും ഒപ്പം ഇംഗ്ലീഷുകാരുടെ അടക്കം മരുന്നുകളും അദ്ദേഹം സേവിച്ചിരുന്നതായി കാണാം. കോഴിക്കോട്ട് നിന്ന് ഒരു ഡോക്ടർ വിൽസൺ അദ്ദേഹത്തിന് മരുന്നയച്ചതിൻ്റെ കത്തുകൾ നമുക്ക് കണ്ടെത്താവുന്നതാണ്. മഹാരാജശ്രീ പെരുമ്പടപ്പിൽ കൊച്ചി രാജാവ് അവർകൾക്ക് സലാമെന്നും കത്തുമായെത്തിയ ശിപ്പായിയുടെ കയ്യിൽ മരുന്ന് കൊടുത്തയക്കുന്നുവെന്നും തൊണ്ടയിലെ വ്രണത്തിൽ വായ്കൊള്ളി തുപ്പിക്കളിയുക എന്ന നിലയിൽ ദിവസങ്ങളോളം ചെയ്യണമെന്ന് പറയുന്ന ഒരു കുറിപ്പ് ഡോക്ടർ വിൽസൻ്റേതായി കാണാനാവും. അപ്രകാരം അദ്ദേഹത്തിന് തൊണ്ടയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖം ബാധിച്ചിരുന്നതായും പറയാവുന്നതാണ്. ഉദരസംബന്ധമായ എന്തോ ഒരു അസുഖം അദ്ദേഹത്തിന് ബാധിച്ചിരുന്നതായി പലയിടങ്ങളിലും പറയുന്നുണ്ട്. ചുരുക്കിയാൽ രാജാവിൻ്റെ അവസാന കത്തുകളിലെല്ലാം തന്നെ ദീനമാണെന്നും ദീനം കുറഞ്ഞാൽ വരാമെന്നും അല്ലെങ്കിൽ കാണാമെന്നും നടപടികൾ എടുക്കാമെന്നുമൊക്കെയുള്ള തരത്തിലുള്ള സന്ദേശങ്ങളാണ് കൂടുതലായും കാണാനാവുക. അതിനർത്ഥം കുറച്ചധികം കാലം തന്നെ അദ്ദേഹം രോഗവുമായി പോരടിച്ചിരുന്നു എന്നതാണ്. 1805 മെയ് മാസത്തിലാണ് തമ്പുരാൻ തൃശ്ശൂരേക്ക് അവസാനമായി വരുന്നത്. അവിടെ കുറച്ച് ദിവസം താമസിച്ച് തൃപ്പൂണിത്തുറയിലേക്ക് തിരിച്ചു വരണം എന്നതായിരുന്നു പൊതുപരിപാടി. എന്നാൽ അവിടെ എത്തിയതിന് ശേഷം ഈശ്വര സേവകളും ദാനങ്ങളും മറ്റ് വഴിപാടുകളുമൊക്കെ അദ്ദേഹം നടത്തിയതോടെ അദ്ദേഹത്തിന് അസുഖം വർദ്ധിക്കുകയാണ്. ഓണത്തിൻ്റെ അത്തച്ചമയത്തിന് തക്കവണ്ണം തൃപ്പൂണിത്തുറയ്ക്ക് എഴുന്നള്ളാം എന്നതായിരുന്നു പതിവ് രീതിയെങ്കിലും അക്കൊല്ലം അത് സാധിച്ചില്ല. അതുകൊണ്ട് 1805 അത്തച്ചമയ മഹോത്സവം തൃശ്ശൂർ വെച്ച് ആഘോഷിക്കാൻ തീരുമാനമായി. അങ്ങനെ അത്തച്ചമയവും ഓണവും കൂടി കഴിഞ്ഞതോടെ ശക്തൻ തമ്പുരാൻ ഏതാണ്ട് കിടപ്പിലായി എന്ന് തന്നെ പറയാം. ഉദരസംബന്ധമായ അസുഖമുണ്ടായിരുന്നു എന്ന് പൊതുവെ പറയാറുണ്ടെങ്കിലും അദ്ദേഹത്തിന് എന്തായിരുന്നു അസുഖം എന്ന് കൃത്യമായി എവിടെയും പറഞ്ഞു കാണുന്നില്ല. മറ്റൊന്ന്, ക്ഷൗരം കഴിക്കുമ്പോൾ ഒരു മുറിവ് പറ്റിയെന്നും അതിലൂടെ വിഷം കയറി എന്ന നിലയിലും ഒരു കഥ കാണാവുന്നതാണ്. ഏതായാലും 1805 ഓണത്തിനിപ്പുറം അദ്ദേഹം തീർത്തും കിടപ്പിലായി.
കൊട്ടാരം മേഖലകൾ പലപ്പോഴും രാജാവിനെ തേടി വലിയ ആൾക്കൂട്ടം എത്തുന്ന അവസ്ഥകൾ സൃഷ്ടിക്കപ്പെട്ടു. രാജാവിനെ ചൊല്ലി പല കഥകളുണ്ടായി. ഏവരും ഭയത്തോടെ ശക്തൻ തമ്പുരാൻ്റെ അസുഖത്തെ നോക്കിക്കാണുവാനും ആരംഭിച്ചു. ആ കാലം തന്നെ തൃശ്ശൂർ എന്നത് ജനനിബിഡമായ ഒരു പട്ടണമായിരുന്നു. കോവിലകവും പരിസരവുമൊക്കെ അസുഖ വിവരത്തിനപ്പുറം ജനനിബിഡമായ അവസ്ഥയായിരുന്നു. ചുറ്റുമുള്ള അമ്പലങ്ങളിലെ ശാന്തിമാർ രാജാവിനായി പൂജകളും മറ്റും നിരന്തരം ചെയ്യാനും ആരംഭിച്ചു. കോട്ടവാതിൽ തുറന്നു കിടക്കപ്പെടുകയും ധാരാളം പട്ടാളക്കാർ അവിടെയൊക്കെ അണിനിരക്കുകയും ചെയ്തു. ഉദ്യോഗസ്ഥന്മാർ വലിയ തോതിൽ ചർച്ചകൾ നടത്തുന്നു. രാജാവിൻ്റെ കിടപ്പറയിലേക്കുള്ള കോണിച്ചുവട്ടിൽ 2 മല്ലന്മാർ സദാസമയം പാറാവ് നിന്നിരുന്നു. രാജാവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ മുകളിൽ നിന്ന് താഴേക്കിറങ്ങി വരുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ഭയം അവരെയൊക്കെയും പിടികൂടിയിരുന്നു. ചുരുക്കിയാൽ എല്ലാവരുടെയും കണ്ണുകളിൽ ഒരു അത്യാഹിത ഭീതി നിഴലിച്ചു നിൽക്കുകയാണ്. പ്രമുഖരും അല്ലാത്തവരുമായി ആ കോവിലക പരിസരമാകെ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ അവിചാരിതവും അതിദുഃഖകരവുമായ എന്തോ ഒന്ന് അഥവാ അനിഷ്ട സംഭവം അവിടെ നടന്നിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ നടക്കാൻ പോകുന്നെന്നോ എന്നൊരു തോന്നൽ ആയിരുന്നു അവിടെ ആകെയുള്ളത്. കോണിച്ചുവട്ടിലെ മല്ലന്മാർ മാത്രം അങ്ങോട്ടേക്കുള്ള വഴി തടഞ്ഞു നിർത്തിയപ്പോൾ ബാക്കി എല്ലായിടത്തും തുറന്നിടപ്പെടുകയാണ് ഉണ്ടായത്. കോവിലകത്തിന് അങ്ങനെ ഒരു പതിവ് പോലുമില്ലായിരുന്നു. വടക്കുന്നാഥൻ ക്ഷേത്രത്തിൽ നിന്ന് പൂജ കഴിഞ്ഞ് തീർത്ഥവും പ്രസാദവും ഒക്കെ കൊണ്ട് ആളുകൾ വന്നുകൊണ്ടിരുന്നു. ശക്തൻ തമ്പുരാൻ്റെ വലം കൈയായ പണിക്കർ കപ്പിത്താനൊക്കെ തീവ്രമായ മനോവേദനയിൽ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ശക്തൻ തമ്പുരാൻ കോവിലകത്ത് മുകളിൽ വടക്കേ പള്ളിയറയിൽ ദിവസങ്ങളായി കിടക്കുകയാണ്. അസുഖം അത്യന്തം കലശലാണെന്നുള്ള വാർത്തകളാണ് അവിടേക്ക് ജനങ്ങളുടെ ഒഴുക്കിന് പ്രധാന കാരണം. പല ദിക്കുകളിലും മരണവാർത്തകളും തുടങ്ങിയിട്ടുണ്ട്. കോവിലകത്ത് വടക്കേ പള്ളിയറയിലെ ഒരു ഊഞ്ഞാൽ കട്ടിലിൽ തൊട്ടടുത്തുള്ള ജനൽവാതിലിൽ തൻ്റെ കൂടപ്പിറപ്പായി കാണുന്ന അരവാളും നോക്കി അദ്ദേഹം കിടക്കുകയാണ്. അസ്തമയ സൂര്യൻ്റെ കിരണങ്ങൾ ആ വാളിൽ തട്ടി അദ്ദേഹത്തിന് നേർക്ക് പ്രകാശിക്കുന്നുണ്ട്. ആ വീരപുരുഷൻ അനങ്ങാനാവാതെ അവിടെ കിടക്കുകയാണ്. ചുറ്റിലും പലരും അദ്ദേഹത്തെ സദാസമയം നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അടയുകയുണ്ടായി. ഇത് കണ്ട് ഏവരും ഒന്ന് ഞെട്ടി. ഇത് കണ്ട് പണിക്കറൊക്കെ പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. അതുവരെയും അതുപോലൊരു പരിഭ്രമം അയാളെ പിടികൂടിയിരുന്നില്ല. രോഗിയുടെ അവസ്ഥ എന്തെന്നറിയാൻ തൈക്കാട്ട് മൂസിനോട് പലരും ചോദിച്ചപ്പോൾ മറ്റൊരാളായിരുന്നുവെങ്കിൽ ഇതിനു മുന്നേ തന്നെ കഴിയുമായിരുന്നു എന്നും അന്തകനും കൂടി അവിടെ കടുക്കാൻ ഭയമുള്ളതുപോലെ തോന്നുന്നു എന്ന രീതിയിൽ മറുപടി നൽകി. എങ്കിലും ആ ദിവസം അദ്ദേഹം തികയ്ക്കില്ല എന്നൊരു പൊതു അഭിപ്രായം അവിടെ രൂപപ്പെട്ടു വന്നിരുന്നു. വേണ്ടതെല്ലാം ഏർപ്പാടാക്കാനായി രഹസ്യ ഉത്തരവുകൾ പോലും പോവുകയും ചെയ്തു. പലരും എൻ്റെ വടക്കുംനാഥ എന്ന വിളികൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിനിടയിൽ മുകളിൽ നിന്ന് എന്തോ ശബ്ദം കേട്ട് ഏവരും അവിടേക്ക് ഓടിയെത്തി. അതുവരെയും കണ്ണടച്ച് കിടന്നിരുന്ന ശക്തൻ തമ്പുരാൻ അവസാനമായി കണ്ണുകൾ തുറന്നുവത്രേ. ഏവരും വിറയലോടെ അദ്ദേഹത്തെ നോക്കിക്കണ്ടു. തീർത്തും അവശനായിരുന്നെങ്കിലും അദ്ദേഹം കണ്ണുകൾ ഉയർത്തി ഏവരെയും ഒന്ന് നോക്കി. കൈകൾ ഉയർത്താൻ അദ്ദേഹം ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല എന്നാണ് പറയുന്നത്. തമ്പുരാൻ ദീർഘമായൊന്ന് നിശ്വസിച്ചു. സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ഉദരഭാഗത്തു നിന്നുള്ള വേദനയിൽ തമ്പുരാൻ തളർന്നു പോവുകയാണ് ഉണ്ടായത്. ഒടുവിൽ അദ്ദേഹം സംസാരിച്ചു. ഞാനിതാ മരിക്കുന്നു. എൻ്റെ രാജ്യം ഉണ്ണി, അധർമ്മധ്വംസനമാണ് രാജ്യക്ഷേമം, നീ അതോർക്കുക തുടങ്ങി പലതും. അമ്മേ, ഭഗവതി, വടക്കുംനാഥ തുടങ്ങി തമ്പുരാനിൽ നിന്ന് തീർക്കാനാവാത്ത വാക്കുകൾ പ്രവഹിച്ചു. തലേ ദിവസം മുതൽ ഒന്നും സംസാരിക്കാതെ മരണവുമായി പോരടിച്ചിരുന്ന തിരുമേനി ഇത്രയധികം സംസാരിക്കുന്നതും അന്ത്യശാസനം നൽകുന്നതുമൊക്കെ കണ്ട ആളുകൾ അത്ഭുതപ്പെട്ടു. പലരും രോഗം കുറഞ്ഞോ എന്ന ചിന്തകളിൽ എത്തുക പോലും ചെയ്തു. എന്നാൽ കെടാൻ പോകുന്ന തീയുടെ ആളിക്കത്തലായിരുന്നു അതെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഏവരും ശ്രവിച്ചു. ചിലർ അദ്ദേഹത്തിന് ഗംഗാജലം നൽകി. അതിനപ്പുറം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അവസാനമായി അടയുകയാണുണ്ടായത്. അദ്ദേഹം അവസാന ശ്വാസമെടുത്തു. ആ മഹാപുരുഷൻ ജീവൻ വിട്ടിരിക്കുന്നു. 36 കൊല്ലം കൊച്ചിയുടെ ജീവനാഡിയായിരുന്ന ആ മനുഷ്യൻ നിര്യാതനായിരിക്കുന്നു. എവിടെയും അന്ധകാരം നിറഞ്ഞിരിക്കുന്നു. കോവിലകവും പരിസരവുമൊക്കെ കുറച്ചു നേരത്തേക്കെങ്കിലും നിശബ്ദമായി നിലകൊണ്ടു. ആ അത്യാഹിതത്തിൻ്റെ കാഠിന്യം അവർക്ക് ഉൾക്കൊള്ളാവുന്നതിലും അധികമായിരുന്നു. കതിനവെടിയുടെ ശബ്ദവും വീരമദ്ദളത്തിൻ്റെ മുഴക്കവുമായി മരണവിവരം നാട്ടിലറിഞ്ഞു. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേദന കൊണ്ട് കരഞ്ഞു. കഴിഞ്ഞു, തീപ്പെട്ടു, അന്തരിച്ചു എന്നീ വാക്കുകൾ
ഏവരും പറഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങളുടെ തമ്പുരാൻ എന്ന നിലയിൽ ആളുകൾ കോവിലകത്തിൻ്റെ ഭാഗത്തേക്ക് ഒഴുകി. ശക്തൻ തമ്പുരാനു വേണ്ടി അവസാന ചടങ്ങുകൾ ഒരുങ്ങി. വസ്ത്രങ്ങൾ മാറ്റി ശുദ്ധജലം തളിച്ച് ഭസ്മം, ചന്ദനം മുതലായവ ലേപനം ചെയ്ത് കോടി വസ്ത്രം ധരിപ്പിച്ച് വീരാളിപ്പട്ട് പുതപ്പിച്ച് ബാക്കി തമ്പുരാക്കന്മാരൊക്കെ അദ്ദേഹത്തെ വണങ്ങിക്കൊണ്ട് അവസാന യാത്രയ്ക്കായി എടുത്തു. വീരമദ്ദളവും പള്ളിശങ്കും മുഴങ്ങി. ഓരോ കാല് വയ്ക്കുമ്പോഴും ഓരോ കതിനവെടികൾ പൊട്ടിക്കൊണ്ടിരുന്നു. തെക്കേ തോപ്പുംപറമ്പിൽ ശവദാഹത്തിന് വേണ്ടതെല്ലാം തയ്യാറായിരുന്നു. അങ്ങനെ വൈദിക വിധികൾ പ്രകാരം ജപിച്ചും ഹോമിച്ചും തയ്യാറാക്കിയിരുന്ന അഗ്നിയെടുത്ത് ഇളയ തമ്പുരാൻ ചിതയിൽ വെച്ചു. ആ അഗ്നി ആളിക്കത്തി. ചിതയിലെ വിറകുകൾ കത്തിയെരിഞ്ഞപ്പോൾ കൊച്ചി രാജ്യം കണ്ട ആ പ്രബല രാജാവ് ഇല്ലാതാവുകയായിരുന്നു. ജനങ്ങളാകെ കരഞ്ഞു. എല്ലാം കത്തി അമർന്നു. എങ്ങും നിശബ്ദത ബാധിച്ചു. 36 കൊല്ലം കൊച്ചിയെ സംരക്ഷിച്ച, വികസിപ്പിച്ച, ശത്രുക്കൾക്ക് മുന്നിൽ സംരക്ഷിച്ച, പ്രതിസന്ധികളിൽ ആടി ഉലയാതെ നിലനിന്ന ആ മഹാപുരുഷൻ ഇല്ലാതെയായിരിക്കുന്നു. 1805 സെപ്റ്റംബർ 26 അദ്ദേഹത്തിൻ്റെ മരണമുണ്ടായത്. ഏതായാലും തിരുവിതാംകൂർ ചരിത്രത്തിൽ മാർത്താണ്ഡവർമ്മ എന്ന പോലെ കൊച്ചി രാജ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭനായ രാജാവായി ശക്തൻ തമ്പുരാൻ ചരിത്രത്തിൽ നിലനിൽക്കുന്നു.